ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാവരും പുറകെ നടന്നു വരുന്നുണ്ട്. ബാംഗ്ലൂർ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഗൈസ്. നമ്മൾ ഇന്ന് തന്നെ പോകും. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഇവിടുത്തെ മജിസ്ട്രേറ്റിൽ പോവാണ് ഗൈസ്. നമ്മളിപ്പം ബസ് ഇറങ്ങി അവിടെ എത്തി. നമ്മൾ അങ്ങോട്ട് ആ പ്ലേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, നമ്മൾ ഇന്നലെ രാത്രി അവിടുത്തെ ഒരു ചെറിയല്ല അത്യാവശ്യം വലിയൊരു മാളിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ കുറച്ച് വീഡിയോ എടുത്തായിരുന്നു. നിങ്ങൾ പോയി അത് കണ്ടിട്ട് വാ. ഓക്കെ ഗായ്സ്, നമ്മൾ ഇങ്ങ വന്നിருக்கு ഗൈസ്. എങ്ക വന്നിருக்கு? ഇവിടുത്തെ ഒരു പെരിയ മാളിൽ വന്നിருக்கு ഗൈസ്. എന്നോട് തമിഴ് എപ്പിടി ഇருக்கு ഗൈസ്? ഗൈസ്, നമ്മൾ ഇവിടുത്തെ എവിടെയോ ഭാരതീയ മാൾ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ ഇവിടെ പ്ലമ്മിൻ്റെ ഒരു ഇത് കണ്ടേ. അപ്പോൾ ഇവിടെ പറയുക നമുക്ക് ചുമ്മാ അവിടെ കയറി ടെസ്റ്റ് ചെയ്തിട്ട് പോരാന്ന്. വാങ്ങിക്കുന്നൊന്നുമില്ല, ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നാണം കെടാനായിട്ട്. എനിക്കിഷ്ടമല്ല. ഇവിടെ ആർക്കും നമ്മളെ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ ഭാഗ്യം. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടം വഴി? ഈ മാൾ വഴി. ബാറ്റ ഉണ്ടായിരുന്നു, അഡിഡാസ് ഉണ്ടായിരുന്നു, പ്യൂമ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ കണ്ടു. നമ്മൾ കാണാനായിട്ട് പറ്റില്ല. നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റാത്തത്ര റേറ്റാണ് ഗൈസ്. പക്ഷെ അത്യാവശ്യത്തിന് കളക്ഷൻ അവിടെ എല്ലാവരും. ഓ ഗേൾസ്, ലുക്ക് അറ്റ് ദിസ്. ക്ലാസ്സുകാർക്ക് അഫോർഡ് ചെയ്യാം. ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഗൈസ്, ഇനി നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് മാക്സിലാണ്. മാക്സ് ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മാക്സിലും ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ മടങ്ങി പോയിട്ട് നാളെ ഒരു ലോക്കൽ സ്ട്രീറ്റിൽ പോയി മേടിക്കും. എവിടെ മാക്സ്? ഗൈസ്, അങ്ങനെ നമ്മൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് ഒരു സൂപ്പൊക്കെ തന്നു. ഫസ്റ്റ് എല്ലാം കൂടെ എരിഞ്ഞു പോയി. എടുവൊക്കെ ഇവിടെ സൂപ്പ് കുടിക്കുന്നുണ്ട്. എടു, സൂപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മൾ കഴിക്കാനായിട്ട് അൽഫാം മന്തി സൂമാകാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, നമ്മൾ കഴിച്ചിട്ട് വരാം. നമ്മളങ്ങനെ ഇവിടെ എത്തി. നോക്കൂ ഗൈസ്, ഭയങ്കര ആൾക്കാരാണെന്ന്. ഞായറാഴ്ച ആണ് കേട്ടോ. അവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട് ഓരോന്നും. മേടിക്കോ ഇല്ലയോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം ഗൈസ്. ഒന്നും മേടിക്കതൊന്നുമില്ല, എന്നാലും ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഷോപ്പിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ മൊത്തം ഭയങ്കര അലപ്പറയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ അവിടെ നിൽക്കുന്നത് കുർത്ത സെറ്റ് അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ കുടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. ഗൈസ്, ഇപ്പോഴും ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ ഗൈസ്, എന്ത് തിരക്കാണെന്ന് കണ്ടോ. പ്രിയ അവിടെ നിന്ന് കമ്മൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മച്ചിക്ക് നൈറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മള് ലിയാൻ എന്തെങ്കിലും വാങ്ങിച്ചോ? ഡ്രസ്സ് വാങ്ങിച്ചോ? ഡ്രസ്സും വാച്ച് വാങ്ങിക്കാനുണ്ടോ? ഓ ഗൈസ്, എല്ലാവരും വാങ്ങിച്ചു. ഞാനൊരു ചെരുപ്പും ഒരു പലാസോ മാത്രമേ വാങ്ങിച്ചുള്ളൂ. എന്തൊക്കെ മേടിച്ചത് നമ്മൾ കാണിക്കാം കേട്ടോ. ഇടയ്ക്ക് വെച്ച് മേടിച്ച സാധനത്തിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. പർച്ചേസിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഗൈസ്. ആൾക്കാർ നോക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഞാൻ കാണിച്ചുതരാം. എവിടെ പോയത്? ഇത് കണ്ടോ, ഒരു ബാഗ് നിറച്ച് സാധനങ്ങൾ മേടിച്ചു തികയില്ല. നോക്കൂ ഗൈസ്, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഹായ് പറ ഗൈസ്. അവൻ എൻ്റെ കസിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും കഴിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് ഡിമാർട്ടിലോട്ട് പോവാണ്. ഇവിടെ അടുത്താണെന്നാണ് പറഞ്ഞത്. 1.5 കിലോമീറ്റർ അത്രയുള്ളൂ, നടക്കാം. ഓക്കെ ഗൈസ്, നമുക്കിനി അവിടെ ചെന്നിട്ട് ബൊമ്മ കുട്ടികളെയൊക്കെ കാണുന്നു ഗൈസ്. അതാണ് അവൻ പറഞ്ഞത്. അപ്പം നമുക്കിനിയും ഡിമാർട്ട് ചെന്നിട്ട് കാണാം. വീഡിയോ ഒക്കെ പകുതി കേട്ടുള്ളൂ. എല്ലാവരും ഷോപ്പിങ്ങിലെ ആ ഒരു സ്പീഡിലാണ്. ഓക്കെ ഗൈസ്, ആ മാളിൽ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം, ഓഫർ 3 രൂപ ഓഫർ ഗൈസ്. 3 രൂപ
എല്ലാത്തിനും ഓഫറുണ്ട്. 33 രൂപ ഓഫർ, 40 രൂപ ഓഫർ, ബൈ 1 ഗെറ്റ് 1 ഫ്രീ, 151. ഇവിടെ ലിയാനയും പൈങ്കിളിയും ഉണ്ട്. ഇപ്പോൾ ഒരു അടി കഴിഞ്ഞിട്ടിരിക്കുകയാണ് രണ്ടും കൂടെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഓരോരോ സാധനം വെച്ച് എടുക്കാം കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ എല്ലാം കഴിഞ്ഞു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ലഗേജും എല്ലാം ഉണ്ട്. റിയ ലഗേജ് എടുക്കാൻ വേണ്ടി നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ്, നമ്മുടെ പെട്ടിയാണ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയത്. അപ്പോൾ ആ പെട്ടിയൊക്കെ എടുക്കാൻ വേണ്ടി അവൾ പോയേക്കുവാണ്. അപ്പം അവരെടുത്തിട്ട് വന്നിട്ട് നമ്മൾ ട്രെയിൻ കയറി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകും ഗൈസ്. അതിനുശേഷമുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കൺക്ലൂഷനും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഭയങ്കര ക്ഷീണിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.